വളരെ കുറഞ്ഞ വിലയിൽ ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന വീട്ടിലേക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ആണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. എപ്പോഴും പറയുന്ന പോലെ പ്രൊഡക്ട്സ് വാങ്ങാനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചില സമയത്ത് ഈ ഒരു ലിങ്ക് വർക്കാവാറില്ല. അങ്ങനെയാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റിൻ്റെ ലിങ്കാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചിട്ട്. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക്സും വാട്സപ്പ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണെന്ന് നോക്കാം. അപ്പോൾ ഇതാ ആദ്യത്തേത് 100 ml കപ്പാസിറ്റിയിൽ വന്നിട്ടുള്ള ഗ്ലാസ് ബോട്ടിൽസ് ആണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ബോട്ടിൽസ് ആണ്. ഇതിൻ്റെ ലിഡാണെങ്കിലും നല്ല എയർ ടൈറ്റ് ആയിട്ട് നമുക്ക് അടച്ചു വെക്കാൻ പറ്റുന്ന ലിഡാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് സാധാരണ ഇതുപോലെ ഗ്ലാസ് ബോട്ടിലിനൊക്കെ ഒരു മെറ്റലിൻ്റെ ലിഡാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അത് പെട്ടെന്ന് തുരുമ്പിഴിച്ച് കംപ്ലൈൻ്റ് ആവും. ഇതാവുമ്പോൾ അങ്ങനത്തെ ആ ഒരു പ്രശ്നമൊന്നും വരുന്നില്ല. ഇത് 6 എണ്ണത്തിന് വെറും 291 രൂപയുള്ളൂ കേട്ടോ. സാധാരണ ഗ്ലാസിൻ്റെ ബോട്ടിലുകൾക്ക് നല്ല റേറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് നല്ല കുറവാണ്. അടുത്തത് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു പാലക്കാമാലയാണ് കേട്ടോ. സാധാരണ ഇതുപോലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ജ്വല്ലറി ഐറ്റംസിനൊക്കെ നമുക്ക് പുറത്ത് നല്ല റേറ്റ് കൊടുക്കണമല്ലോ. അപ്പോൾ അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല റേറ്റ് കുറവായിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവുന്നുണ്ടാകും. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഇതിൻ്റെ സ്റ്റഡും അവൈലബിൾ ആണ് കേട്ടോ. 379 രൂപയാണ് റേറ്റ്. അടുത്തത് ഒരുപാട് പേര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വാൾപേപ്പേഴ്സ് ആണ് കേട്ടോ. നമ്മൾ മുമ്പ് അതായത് നമ്മൾ ഈ അൺബോക്സിങ് വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് വാൾപേപ്പേഴ്സ് ആദ്യമൊന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കധികം ക്വാളിറ്റി ഇല്ലാതെ തോന്നിയപ്പോൾ പിന്നെ ഞാനത് നിർത്തിയതാണ് കേട്ടോ. കാരണം ഒട്ടിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നി. പക്ഷേ ഈ ഒരു വാൾപേപ്പർ ഇത് മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോസിലായിട്ട് കാണിക്കാം. ഇത് ഞാൻ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ കാണിക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഇത് വന്നിട്ടുള്ളത്. നമ്മളിപ്പം അതായത് വെള്ളമൊക്കെ തട്ടുന്ന ഒരു ഭാഗത്താണ് ഒട്ടിച്ചിട്ടുള്ളത്. എന്നിട്ടും ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഇതിങ്ങനെ ഒരു 3D ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതൊരു പേപ്പറാണെന്ന് ഒരിക്കലും തോന്നില്ല. അടിപൊളിയാണ് കേട്ടോ. ഇത് 5 പീസസ് ആയിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. 5 പീസസിന് 363 കേട്ടോ റേറ്റ്. ആ ഒരു റേറ്റിന് നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മൾ വാളിൽ വേറെ ഡിസൈൻസൊക്കെ ചെയ്യുമ്പോൾ നല്ല റേറ്റ് വരുമല്ലോ. അപ്പോൾ അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഒട്ടിക്കാനും അധികം പണിയില്ല. കുറച്ച് ശ്രദ്ധിച്ച് ഒട്ടിക്കണം എന്ന് മാത്രം കേട്ടോ. 2 പീസായിട്ട് 3 പീസായിട്ടൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒട്ടിച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ കാണിക്കാം കേട്ടോ. എന്തായാലും നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. 2 എണ്ണമായിട്ടും 3 എണ്ണമായിട്ടും 4 എണ്ണമായിട്ടൊക്കെ നമുക്ക് വാങ്ങാം. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ കൂട്ടത്തിൽ കൊടുക്കാം കേട്ടോ. അടുത്തത് നമ്മുടെ ചെറിയ ഐറ്റംസ്, അതായത് ഫാൻസി ഐറ്റംസ്, കുട്ടികളുടെയൊക്കെ ചെറിയ സേഫ്റ്റി പിന്ന് അങ്ങനെയുള്ള ഐറ്റംസ്, അല്ലെങ്കിൽ സ്കൂളിലേക്കുള്ള പെന്ന് പെൻസിൽ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ഡ്രോയറാണ് കേട്ടോ. ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ അതുപോലെ ലെങ്ത്ത് 18 സെൻറ്റിമീറ്ററും വിഡ്ത്ത് 14 സെൻറ്റിമീറ്ററും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഏകദേശം എത്ര സൈസ് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ചെറിയ സൈസാണ് കേട്ടോ. 270 രൂപയാണ് റേറ്റ്. അടുത്തത് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള സ്റ്റോറേജ് ബോക്സസിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. ഇതിൽ 3 എണ്ണമാണ് വരുന്നത്. 3 സ്റ്റോറേജ് ബോക്സസ് അടങ്ങിയിട്ടുള്ളൊരു സെറ്റാണ് കേട്ടോ. 4 സൈഡിലും ലോക്കൊക്കെ വന്നിട്ട് നല്ല പോലെ നമുക്ക് എയർ ടൈറ്റ് ആയിട്ട് അടിച്ചു വെക്കാൻ പറ്റുന്ന സ്റ്റോറേജ് ബോക്സസ് ആണ് കേട്ടോ. 3 ഡിഫറെൻറ്റ് സൈസസിലാണ് ഇത് വന്നിട്ടുള്ളത്. ചെറുത് 300 ml, അതിൻ്റെ മുകളിലുള്ളത് 800 ml, വലുത് 1200 ml ആണ് കേട്ടോ. ഇതിൻ്റെ കപ്പാസിറ്റി വന്നിട്ടുള്ളത് 496 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. അടുത്തത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും സ്റ്റൗവിൽ വെക്കാൻ പറ്റുന്ന ഗ്ലാസിൻ്റെ പാത്രങ്ങൾ. അത് പോട്ടായിട്ടും, അതായത് ചെറിയ കടായി പോലുള്ള പോട്ട്സായിട്ടും അതുപോലെ തന്നെ കെറ്റിലായിട്ടും ജഗ്ഗായിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു കെറ്റിലാണ് കേട്ടോ ഇത്. നമ്മൾ പണ്ട് മുതലേ സ്റ്റീലും അലുമിനിയം നോൺ സ്റ്റിക്കൊക്കെ ആണല്ലോ തീയിൽ നേരിട്ട് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്ലാസ് ഇങ്ങനെ വെക്കുമ്പോൾ ഒരു അത്ഭുതമാണല്ലേ. പക്ഷേ ഇത് ഗ്ലാസ്സിൽ വെച്ചാലും ബ്രാസാണ് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരിട്ട് തീയിൽ വെക്കാൻ പറ്റുന്നതാണ്. ഇതിനുള്ളിൽ സ്റ്റീലിൻ്റെ ഒരു ഇൻഫ്യൂസർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ളിലേക്ക് നമ്മൾ ടീ പൗഡറും കോഫി പൗഡറും ഇനിയിപ്പോൾ ഏലക്ക, ജിഞ്ചർ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ളിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് ചായ അരിച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. വെറും 262 രൂപയുള്ളൂ കേട്ടോ ഇതിൻ്റെ റേറ്റ്. അടുത്തതൊരു ബട്ടർ ബോക്സ് ആണ്. നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള മെറ്റലിൻ്റെ ഒരു ബട്ടർ ബോക്സ് ആണ് കേട്ടോ ഇത്. ഇതിൻ്റെ കൂടെ നൈഫ് സെപ്പറേറ്റ് വന്നിട്ടില്ല കേട്ടോ. എന്തായാലും കാണാൻ നല്ല അടിപൊളിയാണ്. പിന്നെ അതുപോലുള്ള വൈറ്റ് കളർ തന്നെ കാണുമ്പോൾ ഒരു പ്രീമിയം ലുക്കാണല്ലോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 298 കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എപ്പോഴും പറയുന്ന പോലെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കമൻറ്റ് ബോക്സിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം.